മമതാ ബാനർജിയുടെ അനന്തരവൻ അഭിഷേക് ബാനർജിക്കെതിരെ ഉണ്ടായ അറ്റാക്ക്, സോ കോൾഡ് അറ്റാക്ക് എന്ന് പറയേണ്ടി വരും. കാരണം അത് തൃണമൂൽ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു ഡ്രാമയാണെന്നുള്ള എല്ലാവർക്കും അറിയാം. കാരണം ആ പാർട്ടി തകർച്ചയുടെ വക്കിലാണ്. ഓരോ ദിവസവും മുതിർന്ന നേതാക്കളും പ്രമുഖ നേതാക്കളും ഉൾപ്പെടെ പാർട്ടി വിടുകയാണ്, അല്ലെങ്കിൽ പാർട്ടിയുമായി അകന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിസന്ധി നേരിടുന്ന ഈ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ജനരോഷം, അതുകൂടാതെ പാർട്ടിക്കിടയിൽ തന്നെ പ്രമുഖ നേതാക്കളൊക്കെ അവരുടെ അഭിപ്രായം പറയുന്നത് ഈ അഭിഷേക് ബാനർജി നടത്തിയ പ്രവർത്തനങ്ങളാണ്. അഭിഷേക് ബാനർജിയുടെ ഏകാധിപത്യ പ്രവണതകൾ, ഗുണ്ടായിസം, അതുകൂടാതെ അഴിമതി നിറഞ്ഞ സംവിധാനങ്ങൾ, ഇതെല്ലാമാണ് തൃണമൂൽ കോൺഗ്രസിന് ഈ നിലയിൽ എത്തിച്ചെന്നുള്ള ഒരു അഭിപ്രായമാണ് മുതിർന്ന തൃണമൂൽ നേതാക്കൾക്കെല്ലാം ഉള്ളത്. കാക്കോലി ഘോഷ് ദാസ്തിദാർ എന്ന് പറയുന്ന മമതയുടെ വലങ്കയ്യാള, തുടക്കം മുതൽ മമതയ്ക്കൊപ്പം ഉണ്ടായിരുന്ന നേതാവ് വരെ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസവും ഒരുപാട് നേതാക്കളാണ് പാർട്ടി വിട്ടുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ തന്നെ BJP-യിൽ ചേരാൻ വേണ്ടി മത്സരമാണ് തൃണമൂൽ കോൺഗ്രസിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതാണ് സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ ഒന്ന് ഈ പറയുന്ന അഭിഷേക് ബാനർജി, ബംഗാളിലെ സഞ്ജയ് ഗാന്ധി എന്നറിയപ്പെടുന്ന മമതയുടെ അനന്തരവനെതിരെ ജനരോഷം വളരെ ശക്തമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ജനരോഷത്തെ ഒരു പരിധിവരെ മറികടക്കാൻ ഒരു ഇരവാദം പയറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനനുസരിച്ചുള്ളൊരു ഡ്രാമയാണ് നടന്നിരിക്കുന്നത്. മമതയുടെ അനന്തരവനാണ്, അപ്പം ഡ്രാമയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലായിരിക്കില്ല. പിന്നെ പഴയ പോലെ ഭരണ സംവിധാനത്തിൻ്റെ പിന്തുണയില്ല എന്നതാണ് ഒരു പ്രശ്നം. ഇത് കൃത്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോനാർപൂർ എന്ന് പറയുന്നത് ദക്ഷിണ പർഗനാസ്, 24 പർഗനാസിൽ പെടുന്ന ഒരു പ്രദേശമാണ്. സൗത്ത് 24 പർഗനാസ് ഈ ഒരു BJP സുനാമിക്കിടയിലും തൃണമൂലിനൊപ്പം നിന്ന ഒരു ജില്ലയാണ്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ അവിടെ നേടിയത് തൃണമൂൽ കോൺഗ്രസ് ആണ്. അപ്പോൾ തൃണമൂലിന് വ്യക്തമായ സ്വാധീനമുള്ള പ്രദേശം തന്നെയാണ് ഈ സൗത്ത് 24 പർഗനാസും, അതുകൂടാതെ സോനാർപൂറും ഒക്കെ. സോനാർപൂരിൽ BJP സ്ഥാനാർത്ഥി ജയിച്ചെങ്കിൽ പോലും ഇപ്പോഴും തൃണമൂലിന് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു അറ്റാക്ക് നടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ബംഗാളികൾ എന്തായാലും തയ്യാറാകില്ല. കാരണം അവർക്ക് ഇവരുടെ ഒരു ഓപ്പറേഷൻ സ്റ്റൈലൊക്കെ കറക്റ്റായിട്ട് അറിയാം. എന്താണ് തൃണമൂൽ കോൺഗ്രസ്, അവരുടെ ഡ്രാമ എന്താണ്, അവരുടെ സ്റ്റൈൽ എന്താണെന്നുള്ളതൊക്കെ. കേരളത്തിൽ ചില മാപ്പറുകളൊക്കെ വലിയ കൊട്ടിഘോഷിച്ച് വാർത്തയൊക്കെ കൊടുക്കുന്നുണ്ട്, ജനാധിപത്യത്തിന് നേരെയുള്ള അതിക്രമമാണെന്നൊക്കെ. ഈ പറയുന്ന അഭിഷേക് ബാനർജി എന്ന് പറയുന്ന മനുഷ്യൻ എത്രത്തോളം വിദ്വേഷ പ്രചരണങ്ങളാണ് നടത്തിയത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അവൻ്റെ ഒരു പ്രധാനപ്പെട്ട, അവൻ എന്ന് പറഞ്ഞാൽ മതി, അവൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അതായത് ഇലക്ഷൻ കഴിഞ്ഞാൽ മെയ് 4-ാം തീയതി 12 മണിക്ക് ശേഷം BJP-ക്ക് വോട്ട് ചെയ്തവരെ ഞാൻ കാണിച്ചു തരാം, ആരാണ് രക്ഷിക്കാൻ വരിക എന്ന് ഒന്ന് നോക്കണമല്ലോ, ഏതെങ്കിലും അതായത് ഗോഡ് ഫാദർ ഡൽഹിയിൽ നിന്ന് വരുമോ എന്നൊക്കെയാണ് ചോദിച്ചത്. അതായത് BJP പ്രവർത്തകരെ വകവരുത്തും എന്നുള്ള കൃത്യമായുള്ള സൂചന, അല്ലെങ്കിൽ ആ ഒരു ഭീഷണിയാണ് അഭിഷേക് ബാനർജി നടത്തിയിരുന്നത്. ശരിക്കും ഒരു സഞ്ജയ് ഗാന്ധി സ്റ്റൈൽ ഓഫ് ഓപ്പറേഷൻ ആയിരുന്നു ബംഗാളിൽ കഴിഞ്ഞ കുറേ കാലമായി ഐപാക്കിനൊക്കെ വെച്ച് ഈ പറയുന്ന അഭിഷേക് ബാനർജി നടത്തിയിരുന്നത്. മമതാ ബാനർജിയുടെ കയ്യിൽ നിന്ന് പാർട്ടിയുടെ കൺട്രോൾ ഏതാണ്ട് പൂർണ്ണമായും ഇവൻ്റെ പക്കലെത്തി എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു ജനരോഷത്തിന് കാരണമായത്. ഇന്ന് തൃണമൂൽ കോൺഗ്രസിനെ നശിപ്പിച്ചതിൽ ഒരു പ്രധാന പങ്കും ഈ പറയുന്ന അഭിഷേക് ബാനർജിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഭിഷേക് ബാനർജിക്ക് അനുകൂലമായിട്ടൊരു സിമ്പതി വേവ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ ഈ ഒരു അറ്റാക്കിന് പിന്നിൽ. പക്ഷേ ഇതൊന്നും അവിടെ വർക്കൗട്ട് ആവാൻ പോകുന്നില്ല. പിന്നെ മറ്റൊരു ലക്ഷ്യം തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച്, തൃണമൂൽ കോൺഗ്രസ് ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആണ് ബംഗാളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത് മുസ്ലിം വോട്ട് എപ്പോൾ വേണമെങ്കിലും തിരിച്ച് CPM-ലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. CPM-നാണെങ്കിൽ ചെറിയ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫാൽത്ത ഉപതെരഞ്ഞെടുപ്പിൽ CPM-ന് രണ്ടാമത് വരാൻ സാധിച്ചു. 40,000-ത്തിലധികം വോട്ട് CPM സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ട്. തൃണമൂൽ 4-ാം സ്ഥാനത്തേക്ക് പോയി. തൃണമൂലിൻ്റെ സ്ട്രോങ് ഹോൾഡായുള്ള സൗത്ത് 24 പർഗനാസിലെ ഒരു മണ്ഡലമാണ് ഈ ഫാൽത്ത. BJP ആണെങ്കിൽ 1,00,000-ത്തിലധികം വോട്ടുകൾക്കാണ് അവിടെ ജയിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ BJP-യുടെ ഒരു ആധിപത്യം എന്തായാലും ഇനി കുറേ കാലം തുടരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ബംഗാളിൻ്റെ ഒരു രാഷ്ട്രീയ സ്റ്റൈൽ അത് തന്നെയാണ്. പിന്നെ BJP ആണെങ്കിൽ വളരെ മികച്ച ഭരണം ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ പറഞ്ഞ വാഗ്ദാനങ്ങളിൽ പലതും നടപ്പാക്കാൻ സാധിച്ചു. എന്തൊക്കെയാണോ വാഗ്ദാനങ്ങൾ നൽകിയത് അതെല്ലാം നടപ്പാക്കി മുന്നോട്ട് പോവുകയാണ് സുവേന്ദു സർക്കാർ. BJP-ക്ക് വോട്ട് ചെയ്തവർ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ ഇപ്പോൾ തന്നെ അതിനുവേണ്ടിയുള്ള ശിലകൾ, അല്ലെങ്കിൽ അടിസ്ഥാന ശിലകളൊക്കെ ഇട്ട് കഴിഞ്ഞു BJP എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പോസിറ്റിവിറ്റി. അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിനും CPM-നൊക്കെ ഇനി പ്രതിപക്ഷത്തിന് വേണ്ടിയുള്ളൊരു മത്സരമാണ് അവർക്ക് മുമ്പിലുള്ളത്. തൃണമൂൽ കോൺഗ്രസിന് അറിയാം, കാരണം ദേശീയ തലത്തിലൊരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇനി പണി കിട്ടും എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു സിമ്പതി ഇവോക്ക് ചെയ്യുക, അതുമാത്രമല്ല BJP ഭരണത്തിൽ ക്രമസമാധാന നില മോശമായി തന്നെ തുടരുന്നു എന്നുള്ള ഒരു നെറേറ്റീവ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇപ്പം ഇന്ത്യ സഖ്യത്തിലെ രാഹുൽ ഗാന്ധി, അതുകൂടാതെ പല നേതാക്കളും, മുലായം സിംഗ് യാദവിൻ്റെ മകൻ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ്, പിന്നെ പല നേതാക്കളും സോളിഡാരിറ്റിയുമായിട്ട് കെജ്രിവാളൊക്കെ വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി എല്ലാ സഹായവും നൽകാമെന്നൊക്കെ പറഞ്ഞു. മമതാ ബാനർജി അത് ഏറ്റുപറയുന്നു. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം റെലവൻ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ബംഗാളിൽ ഇനി വലിയ പ്രതീക്ഷയൊന്നുമില്ല. സമീപകാലത്തൊന്നും ഇനിയൊരു തിരിച്ചുവരവ് അവർ പ്രതീക്ഷിക്കുന്നില്ല. ഇനി തിരിച്ചു വരുമോ എന്നുള്ളത് തന്നെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. പക്ഷേ അങ്ങനെയാണെങ്കിലും
MP-മാർ 28 MP-മാരുണ്ട് നിലവിൽ ലോക്സഭയിൽ. അപ്പോൾ അത് വെച്ചിട്ടൊരു ദേശീയ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് നിലനിർത്തി മുന്നോട്ട് പോവുക, പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യം. ഇതൊരു വെറും ഡ്രാമയാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. അല്ലാതെ ഇത് ഒരു എന്താ പറയുക BJP നടത്തിയ ഒരു അറ്റാക്ക് ആണെന്നൊക്കെ വിശ്വസിക്കണമെങ്കിൽ അതെന്തായാലും ബംഗാളികൾ വിശ്വസിക്കില്ല. അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാമെന്നുള്ളതാണ്. വെറുതെയുള്ള ശ്രമങ്ങളാണ്. ഓരോ പാർട്ടിക്കും എക്സിസ്റ്റൻസ് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ. കാരണം മമതാ ബാനർജിയുടെ തൃണമൂൽ ഒരു വലിയ ത്രട്ട് തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ മുസ്ലിം വോട്ട് പൂർണ്ണമായിട്ടും മമതയിൽ നിന്ന് പോവുകയാണെങ്കിൽ, തൃണമൂലിൽ നിന്ന് പോവുകയാണെങ്കിൽ അതോടുകൂടി ആ പാർട്ടി ഇല്ലാതാവും. കാരണം ഹിന്ദുക്കളുടെ സപ്പോർട്ട് ഇനി ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് കിട്ടാൻ പോകുന്നില്ല എന്നതാണ് വസ്തുത.